serious. ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടെത്തി പോയിട്ട് നമുക്ക് ഞണ്ട് പിടിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഞണ്ടൊന്ന് പിടിച്ചാലോ? എന്നാ ബാ നമുക്ക് ഞണ്ട് പിടിക്കാൻ പോയാലോ? അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കണ്ടെത്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കണ്ടത്തിൽ ഞണ്ട് പൊത്തുണ്ടോന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞണ്ട് പൊത്ത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കാണിക്കാം. അതിനകത്ത് ഞണ്ടുണ്ടോന്ന്, ഞണ്ട് പൊത്താണോ പാമ്പ് പൊത്താണോ നമുക്ക് നോക്കാം. അപ്പോൾ ഞണ്ട് പൊത്തിലാണ് നമുക്ക് ഞണ്ട് പിടിക്കാൻ പോകുന്നത്. ഞണ്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പിടിക്കും. പിന്നെയാണ് നമ്മൾ ഞണ്ട് പൊത്ത് തപ്പാൻ പോകുന്നത് ഉണ്ടോന്ന്. അപ്പോൾ ഞണ്ട് പിടിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തേക്കാം. ഞണ്ട് അല്ല പൊളിച്ചേക്കാം അല്ലേ? കള്ളയാണ്, ഭയങ്കര കള്ളയാണ്. ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര കള്ളയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഞണ്ട് പൊത്തുണ്ടോ നമുക്കൊന്ന് തപ്പി നോക്കാം. എന്നാ ഞണ്ട് പൊത്ത് ഈ സൈഡൊക്കെ കാണും, ഈ സൈഡൊക്കെ കാണും, അപ്പുറത്തൊക്കെ അവിടെ കാണത്തില്ലേ? കാണും. അപ്പൊ അപ്പുറത്തുണ്ട് ഞണ്ട് പൊത്ത്. സ്വന്തം കണ്ടതാണ് ഞണ്ട് പൊത്ത്. അപ്പുറത്തില്ലേടാ നോക്കാം, ചിലപ്പോ ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പുറത്ത് നമുക്ക് നോക്കാം ഞണ്ട് പൊത്ത് ഉണ്ടോന്ന്. ഇവിടെ ഒരു പൊത്തുണ്ട്. ഇത് ഞണ്ട് പൊത്താണോ എന്നൊരു സംശയം. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ഒരു പൊത്തുണ്ട്. ഇത് ഞണ്ട് പൊത്താണോ എന്നൊരു സംശയമാണ്. നമുക്ക് ഈ പൊത്ത് വേണ്ട, നമുക്ക് അപ്പുറത്ത് വല്ല ഞണ്ട് പൊത്തുണ്ടോ നോക്ക് നോക്കാം. ഞണ്ടിൻ്റെ വീട് ഞണ്ട് പൊത്ത് നമുക്കൊന്ന് നോക്കാം. അടിപൊളിയായിരിക്കും. കണ്ടത്തിലാണ് ഞണ്ടായതുകൊണ്ട് നല്ല രുചിയായിരിക്കും. കുഞ്ഞെന്താണ് കിട്ടുന്നത്, ഒത്തിരി ആയിട്ട് ഇത് സൈസ് ഒന്ന് കിട്ടും. നമുക്ക് അതൊന്ന് കൊടുക്കും. ആ ഭാഗത്ത് തന്നെ നമുക്ക് ഞണ്ട് പൊത്തുണ്ടോ നോക്കിയാലോ? വാ. ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ്, എവിടെ നോക്കിയാലും കണ്ടത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് ഒരു പേരക്കെങ്കിലും നമുക്ക് പറിച്ചു കഴിക്കാം. അത്ര അടിപൊളി ഒരു പ്ലേസും കൂടെയാണ്. പിന്നെ നമുക്ക് ഇതുണ്ടോ, പേരക്കൊക്കെ മൊത്തം പഴുത്ത് കിടക്കും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയായിട്ട് വയ്യ. അപ്പോൾ നമുക്ക് അപ്പുറത്തൊക്കെ ഞണ്ട് പൊത്തുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വല കിടന്ന് നമുക്കൊന്ന് പോകാൻ പറ്റുമോ നോക്കാം. ഞണ്ട് പൊത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഞണ്ട് പൊത്തുണ്ടോ നോക്കിയാലോ? അതാ ഫ്രണ്ട്സ്, നമ്മൾ ഞണ്ടുപൊത്തൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ഞണ്ടുപൊത്ത്. ഇത് നോക്കിയേ, ഇതൊക്കെ ഞണ്ടുപൊത്താണ്. വിശ്വസിച്ച് നമുക്ക് ഞണ്ട് പിടിക്കാൻ പറ്റും. ഇതേണ്ട ഞണ്ടുപൊത്തുണ്ട് ഇവിടെ തന്നെ. പിന്നെ ഇതുണ്ടോ, ഇവിടെ ഒരു രണ്ട് പൊത്തുണ്ട്. ഒരു പൊത്ത് നമുക്ക് അടച്ചു കളയണം. രണ്ട് പൊത്താണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തിരുന്നാണ് ഇത് ഞണ്ടിനെ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഞണ്ടിനെ ഒന്ന് പിടിച്ച് നമുക്ക് ഒളിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഈ ഞണ്ടുപൊത്തിൽ ഇവിടെ ഈ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ ഇവിടെ നമുക്ക് നമുക്ക് ഈ ഞണ്ടുപൊത്തിനകത്ത് നമുക്കൊന്ന് ഒഴിച്ചിട്ടാണ് ഞണ്ട് മേളിൽ വരും. അന്നേരമാണ് നമുക്ക് കൈയിട്ട് പിടിക്കേണ്ടത്. കടിയൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വെള്ളം കോരി കൊടുക്കാൻ നമുക്ക് ബോട്ടിലൊക്കെ നമുക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വെള്ളമൊക്കെ കിടക്കുന്നത്. അപ്പം ഈ പുല്ല് മാറ്റിയിട്ട് വെള്ളമൊന്നും എടുത്തിട്ട് നമുക്ക് ഞണ്ടുപൊത്തിനൊന്ന് ഒഴിച്ചു നോക്കാം. വെള്ളം ഉണ്ടോ? കാണുമായിരിക്കും. ഇവിടെ വെള്ളം ഇല്ലല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും ഞണ്ട് ഒരെണ്ണമെങ്കിലും പിടിച്ച് കാണിച്ചോ. സുജിത്തേ, ഓക്കെ, ഞാൻ ഇപ്പുറത്ത് വെള്ളം അപ്പുറത്തുനിന്ന് വെള്ളം കുടിച്ചിടാവോ? സുജിത്ത് വെള്ളം കുടിത്തരാൻ പോയിട്ടുണ്ട്. കുറച്ച് നേരത്തായിട്ടാണ് എപ്പോഴും കോരി തരും. ഇനി നമുക്ക് ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു സൈഡ് ഒഴിക്കുമ്പോൾ വേറെ ഒരു സൈഡ് വരും. ഭയങ്കര തെറ്റാണ്. ഇന്നൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഞണ്ട് വേട്ടയ്ക്ക് അങ്ങ് ഇറങ്ങിയേക്കുവാണ്. ഞണ്ട് കിട്ടിയില്ലേലും നമ്മൾ ഞണ്ടുണ്ടോ നമ്മൾ നോക്കിയിട്ടേ കാര്യമുള്ളൂ. രണ്ട് പൊത്തിൽ നമ്മൾ ഒരു ഞണ്ടെങ്കിലും നമ്മൾ പിടിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഞണ്ട് പൊത്തിൽ ഇത് കുറച്ച് ഈ ഒരു കയറ്റം പോലെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് കൈമ്പത്തൊന്ന് പൊളിച്ച് നോക്കാം ഞണ്ടുണ്ടോന്ന്. ഞണ്ട് കാണുന്നതാണ് എൻ്റെ ഒരു സംശയം. ഇത് രണ്ട് ഒരു പൊത്തല്ലടാ? രണ്ടുപേരെ ഒരു കമ്പുണ്ടോടാ കയ്യിൽ? സംഭവം തട്ടി. അപ്പോൾ നമുക്കിപ്പോൾ ഞണ്ടിനാണ് പിടിക്കാൻ പോകുന്നത്. എല്ലാവരും നോക്കിക്കോണം, ശ്രദ്ധിച്ചങ്ങ് നോക്കിക്കോണം. ഞണ്ടിൻ്റെ കയ്യിലേതാണ്ട് തട്ടി. സുജിത്തെ, വെള്ളം ഇങ്ങനെ വന്നേടാ പെട്ടെന്ന്. ഞണ്ട് തട്ടിയിട്ടുണ്ട്. സുജിത്ത് രണ്ട് വെള്ളം കോരിയിട്ടുണ്ട്. നമുക്കിനി നടന്നു പോയത് ഒരു കമ്പുണ്ടെങ്കിൽ തരാൻ പറ്റും എനിക്ക്.
അവസാനം നമ്മൾ ഞണ്ട് പിടിക്കണം. സൗണ്ട് ഉണ്ടാക്കിയാൽ പിന്നെ ഞണ്ട് പോകും. അതെന്താ ഇപ്പൊ മേളി വന്നത്? ഞണ്ടാണോടാ? ഞണ്ടുണ്ട് ഫ്രണ്ട്സ്. ക്യാമറ എടുത്തേ. ഇതുണ്ടോ ഫ്രണ്ട്സ്? സൂം ചെയ്ത് കാണിച്ചേ. ഇതുണ്ടോ ഞണ്ടിന്റെ കാലാണ്? അത് കണ്ടോ? ഞണ്ടിന്റെ കാലാണ്. ഇപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഞണ്ടെന്ന് പിടിക്കും. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഞണ്ട് പിടിച്ച് അങ്ങ് തകർക്കാൻ പോവാണ് ഫ്രണ്ട്സ്. ഞണ്ടാണ് നമുക്ക് സൈഡ് കാലുവരി. നമുക്ക് ഞണ്ട് ഓടിപ്പോയി. നമുക്ക് സംസാരിക്കാതെ നമുക്ക് ഞണ്ടൊന്ന് പിടിക്കാം. ഇവിടെ കമ്പുണ്ട്. കമ്പ് കിട്ടി. ഇനിയൊന്നേ സുജിത്തൊരു കമ്പ് വന്നിട്ടുണ്ട്. കിട്ടി. വെള്ളം പുറത്തോട്ട് ഒഴിച്ചു. കാല് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. കാല് വന്നിട്ടുണ്ട്. രണ്ട് കാല് രണ്ട് വെളി വരുവാണ് ഫ്രണ്ട്സ്. ഞണ്ട് വെളി വരുവാണ്. ചെറുതായിട്ടങ്ങ് വെള്ളം ഒഴിക്കാം. ഇപ്പം ഞണ്ടിന് ഇതെന്തായാലും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. മഴ പെയ്താൽ ഞണ്ടൊക്കെ വെളി വരും. അപ്പോൾ അത് ഓർത്തുകൊണ്ടാണ് ഞണ്ട് ഇങ്ങനെ വെളി വരുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ഞണ്ട് പിടിക്കുന്നത്. നമ്മൾ കയ്യിട്ട് അങ്ങനെ നല്ലതായിട്ട് നോക്കാം. ഞണ്ടിൻ്റെ കാല് മാത്രം നമുക്ക് കാണുന്നുണ്ട്. ഉണ്ട് ഞണ്ടുണ്ട്. ഒഴിക്കണം. ഞണ്ടിൻ്റെ അപ്പുറത്ത് പോകാൻ വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ ഞണ്ട് അകത്ത് ഓടിപ്പോയി. എങ്ങനെയെങ്കിലും നമ്മൾ ആ ഞണ്ടിനെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള കാര്യം. നമുക്ക് ഇവരൊക്കെ ഒന്ന് കോരിയിട്ട് ഞണ്ടിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സുജിത്ത് കുറച്ച് വെള്ളം പോയി തരാം. ഞണ്ട് കണ്ടേ ഫ്രണ്ട്സ്. നമ്മൾ ഞണ്ടിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ അടുത്തായിട്ട് നമുക്കൊന്ന് തോണ്ടി വെക്കാം. ഞണ്ട് മേളിലാകുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കൊണ്ട് നമുക്ക് അടച്ചു വെക്കാം. അതുപോലെ നമുക്ക് ട്രിക്ക് വേണ്ടത്. ഇതുപോലെ നമുക്കൊന്ന് അടച്ചു വെക്കണം. വെള്ളം കോരി ഒഴിക്കുന്ന സമയത്ത് ഞണ്ട് മേളിൽ വരും. വെള്ളം കോരിയോ? മറ്റേത് കുപ്പിയിലും കുറച്ച് വെള്ളം. എങ്ങനെ പിടിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടല്ലോ. ചെറുതായിട്ട് പേടിയുണ്ട്. കമ്പല്ലേടാ? അയ്യോ സുജിത്ത് തന്ന കമ്പ്. ഞണ്ടിന് പൊത്ത് അടച്ചിട്ടുണ്ട്. അയ്യോ ഞണ്ടിനിപ്പോൾ പോകാൻ വഴിയില്ലെന്നാണ് എനിക്കൊരു തോന്നുന്നേ. വേണ്ടോ? അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഞണ്ടിനെ പിടിക്കും. പേടിയുണ്ട് ചെറുതായിട്ട് എനിക്ക്. അവിടെ കുറച്ച് വെള്ളം പോവാം. ഇതിലും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഞണ്ടൊക്കെ പിടിച്ച് കാണിക്കുന്നത്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറന്നേക്കരുത്. സബ്സ്ക്രൈബും ചെയ്യുക. ഈ കൈ മുറിഞ്ഞാലും കുഴപ്പമില്ലെന്ന് നിങ്ങൾക്ക് വേണ്ടി പിടിച്ച് കാണിക്കുവാണ്. ഒരു ഞണ്ടെങ്കിലും നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചിരിക്കും. താങ്ക്സ് സുജിത്ത. ഇതിലും കൂടെ നമുക്ക് മാറി അങ്ങ് വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് ഇതിലുള്ള ഒരു സ്പെഷ്യാലിറ്റി. ഇതും കൂടെ നിറച്ചങ്ങ് കൊരിക്കൊണ്ടുപോരെ. പോയി വെള്ളം ഒഴിക്കാം. കുറച്ച് വലിയതാണെങ്കിൽ ഊരി വെച്ചാലോ? ഞണ്ട് വരുന്നുണ്ട്. പെട്ടെന്ന് സൂപ്പർ
കാല് വരുന്നുണ്ടേ. ഫ്രണ്ട്സ് നമ്മൾ ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ അടിപൊളി ഞണ്ടാണ് നമ്മുടെ. അടിപൊളി ഇതുണ്ടോ അടിപൊളി ഞണ്ടാണ്. ഇതുണ്ടോ നമ്മളെ ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. നല്ലൊരു വലിയ ഒരു മീഡിയം സൈസ് വലിയൊരു ഞണ്ട് തന്നെയാണ്. അവിടെ കുപ്പി ഒന്ന് കാണിക്കാം. അവിടെ അതിനകത്ത് ഇട്ട് വെക്കാം. കുറെ നേരം കാത്തിരിപ്പിന് ശേഷം ഒരു ഞണ്ട് നമുക്ക് ഒരെണ്ണമെങ്കിൽ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് പിടിച്ച് കാണിക്കുമെന്ന്. അപ്പം ഈ പൊത്ത് നമുക്ക് ഒരു ഞണ്ടേ കാണത്തുള്ളൂ ഒരു പൊത്തിനകത്ത്. അപ്പം നമുക്ക് വേറെ ഒരു ഞണ്ടും കൂടെ നമുക്കൊന്ന് വെറുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ അടച്ചു വെക്കും? പുല്ലും വെച്ച് കാലും കൈ കെട്ടി വെക്കാം. കാലും കൈ കെട്ടി വെച്ചാലോ? നൂലും എല്ലാം കിട്ടുമോ നോക്കട്ടെ. നമുക്ക് എന്നിട്ടാണ് ഫ്രൈ ചെയ്യാൻ കഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ കുറേ പൊത്തുണ്ടെങ്കിൽ നമുക്ക് ഞണ്ടിനൊന്ന് പിടിക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഞണ്ട് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചള്ള അതിന് മേളിൽ ഇട്ട് കൊടുത്താൽ അപ്പോൾ അത് അതിൻ്റെ കൂട് പോലെ അത് ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഞണ്ടിൻ്റെ പൊത്തിൻ്റെ അവിടെ തന്നെ നമുക്ക് ഇത് വച്ചിട്ട് പോകാം. പിന്നെ നമുക്ക് വേറെ ഒരു ഞണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വേണ്ടേ ഞാൻ അടുത്ത പൊത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഞണ്ടൊന്ന് ഉണ്ടോ നമുക്ക് നോക്കാം. വേണ്ടേ രണ്ട് പൊത്തുണ്ട്. ഈ പൊത്തും ആ പൊത്തും സെയിമാ. ഈ സൈഡ് ഉണ്ടെങ്കിൽ ആ സൈഡ് വെളി വരും. എനിക്ക് നോക്കട്ടെ ഞണ്ട് എല്ലാം കണ്ണിൽ കാണുന്നുണ്ടോന്ന്. അയ്യോ അവിടെ സോറി. നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് വെള്ളം തപ്പുന്നുണ്ട്. ഞണ്ട് കാണുവാണെങ്കിൽ ഉറപ്പാണ്. നമുക്ക് ഇങ്ങനെയാണ് ഞണ്ടുണ്ടോ നോക്കുന്നത്. നമുക്ക് ഈ ഓട്ടയൊന്ന് ഇതിൻ്റെ ഒരു പൊത്തൊന്ന് നമുക്ക് കുറച്ച് വലുതാക്കി കൊടുക്കാം. ഞണ്ടുണ്ടെങ്കിൽ നമുക്കൊരു സൗകര്യമായിരിക്കും. കുറച്ച് വെള്ളം തരാം. രണ്ടുണ്ടോ നോക്കാം. രണ്ടുണ്ടോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. നമുക്ക് വെള്ളം കിട്ടിയോടാ. നമുക്ക് തീരുന്ന ഒരു വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഞണ്ട് വെളി വരത്തില്ല. അപ്പോൾ അത് തിട്ടായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആ ഞണ്ടിനെ പിടിച്ചു. അപ്പോൾ ഈ ഞണ്ട് ഒരു കുഴിക്കകത്തായതുകൊണ്ട് നമുക്ക് പിടിക്കാൻ കുറച്ച് പാടാണ്. ഇതിനകത്ത് ഞണ്ടുണ്ടോ എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. നമുക്ക് ഞണ്ടാണോ എന്ന്. തോളയിൽ ഇതൊന്ന് ഇടിച്ചിട്ട് ഇതൊന്ന് വലുതാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് പിടിക്കുമ്പോൾ ഇവിടുത്തെ ഞണ്ട് ഓടിപ്പോയോ ആവാം, അറിയത്തില്ല. നമ്മൾ ഈ ഒരു പൊത്തേ മൊത്തം നമ്മൾ നോക്കരുത്. ഇതിൻ്റെ സൈഡിലൊക്കെ വല്ല പൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് പറ്റി നോക്കണം. അപ്പോൾ മൊത്തം കൈ മൊത്തം ചള്ളയാണ്. നമുക്ക് രണ്ടുണ്ടോ നോക്കാം. അതിനകത്ത് അപ്പുറത്തെല്ലാം പൊത്തുണ്ടോ നോക്കിയാലോ. അല്ലല്ല. ആ ഫ്രണ്ട്സ് ഇവിടെ രണ്ട് പൊത്തുണ്ട്. ഞാൻ കണ്ടു. ഈ പൊത്തും കിളിയാന്ന് തോന്നുന്നു. അപ്പുറത്ത് കാറുന്നു. ഓടാ വെള്ളം തരാം. ഓടാ ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ഇവിടുത്തെ നിന്ന് പൊരിച്ചാൽ മതി. കുറച്ച് വെള്ളം നിൽക്ക്. തന്നെ കിട്ടിയോ? നമുക്ക് വെള്ളം ഒഴിച്ചു മുകളിൽ പുല്ലാണ് ശല്യം. വെള്ളം കുടിക്കുന്നുണ്ടോ? ഇപ്പുറത്തെ ഭാഗം ഒഴിക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗം കയറി വരുന്നു. നമുക്ക് ഈ പുല്ലൊക്കെ ഒന്ന് മാറ്റി വെക്കാം. വെള്ളം പറ്റുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഞണ്ടാണോ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒത്തിരി കഷ്ടപ്പെടണം ഫ്രണ്ട്സ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. അയ്യോ ഞണ്ടുണ്ടെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. എന്താണ് എന്താണോ അത്? വെള്ളം കിട്ടിയാണോ? ഒഴിച്ചൂടെ പിടിക്കാം.
ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ വെള്ളം അപ്പുറത്ത് പോകും. അതും ഒഴിച്ചുകൊണ്ട് ഒരു മിനിറ്റ് നമുക്ക് ഞണ്ടുണ്ടോ നോക്കാം. എന്താണോടാ അത്? കാല് മാറ്റിക്ക്. ഞണ്ടാണോ? ആ ഞണ്ടിന്റെ കാല് പോലെ ഉണ്ട്. കുറച്ചുകൂടെ വെള്ളം കൂടി തന്നെ പതുക്കെ ഒഴിക്കണേ, ഒച്ച ഉണ്ടാക്കിയാ പോവും. അത് ഞണ്ടിന്റെ കാലും തന്നെയാണ്. നമുക്കൊന്ന് ഉറപ്പിച്ചിട്ട് നമുക്ക് പിടിക്കാം. അല്ല പാമ്പിനെ വരെ പിടിച്ചെങ്കിൽ പിന്നെ അതും പണിയാ. അകത്ത് കയറിപ്പോയോ? ഞണ്ടാണ്. രണ്ടാമത്തെ ഞണ്ടിനെ കൂടെ നമ്മൾ പിടിച്ചിരിക്കുവാണ്. ഇത് കണ്ടോ, രണ്ടാമത്തെ ഞണ്ട് നിങ്ങൾക്ക് കഴുകി കാണിച്ചു തരാം. ഇത് കണ്ടോ, രണ്ടാമത്തെ ഞണ്ടിനെ കൂടെ നമുക്ക് പിടിച്ചിരിക്കുവാണ്. അപ്പൊ ഈ ഞണ്ടിനെ കൂടെ നമുക്ക് അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. ശരിയാക്കിട്ട് നമുക്ക് ബാക്കി ഞണ്ട് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനകത്തുണ്ടോടാ? എന്റെ തൊണ്ടെന്ന് തോന്നുന്നു. ഇനി മാർക്കേ ഹോളൊന്ന് വലുതാക്കിയാലോ? ഹോളൊന്ന് നമുക്കൊന്ന് വലുതാക്കി കൊടുക്കാം. കേറി അതിന്റെ മേളിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തോടാ. കുറച്ച് മതി. രണ്ടെണ്ണം കിട്ടിയല്ലേ? ഈ ഞണ്ട് എങ്ങനെയാണ്? നമുക്ക് ഇത്ര കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് ഞണ്ട് പോയെങ്കിൽ നല്ലൊരു പണിയായിരുന്നു. നമുക്ക് ഞണ്ട് പോയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രണ്ട്സ്, നമ്മൾ ഞണ്ടുപൊത്ത് വേറെ ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ പൊത്ത് ഒന്ന് വലുതാക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ഞണ്ടുണ്ടോ നമുക്ക് നോക്കാം. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് നോക്കുക. അധികം നമുക്ക് മഴ പെയ്യുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്താലേ നമുക്ക് ഞണ്ട് കിട്ടത്തുള്ളൂ. ഞണ്ടുണ്ടോടാ അതിനകത്ത്? ഞെട്ടിപ്പോയി ഈ കമ്പ് കണ്ടപ്പോ. ഞണ്ടിന്റെ കാര്യം വല്ലതും ആണോ? ഇങ്ങനെ വെള്ളം കളയണം, എന്നാലേ നമുക്ക് ഞണ്ടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഉണ്ടോടാ? ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഞണ്ട് പിടിച്ചിട്ട് നമുക്ക് ഫ്രണ്ട്സ് നല്ല മുഴുത്ത ഞണ്ടാണ്. കണ്ടില്ലേ? നിങ്ങൾക്ക് സുമ ഒന്ന് കാണിച്ചോടാ. കണ്ടോ, മുഴുത്ത ഞണ്ടാണ്. ഈ വീഡിയോ കാണുന്നവർക്കറിയാം എന്തോരം ഞണ്ട് കടിച്ചാൽ എന്തോരം വില എടുക്കുന്നു. പിന്നെ വിഷമൊന്നുമില്ല ഞണ്ട് കടിച്ചാൽ. അറിഞ്ഞു കാണും. മേളി വന്നിട്ടില്ല. ഞണ്ടുണ്ട്, അത് ഉറപ്പായി. ഞണ്ട് നിങ്ങൾ കണ്ടില്ലേ? ഫ്രണ്ട്സ്, ഞണ്ട് വന്നു. നമുക്ക് ഞണ്ടിങ്ങനെ വന്ന ഉടനെ നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഓടിപ്പോയി. ഫ്രണ്ട്സ്, ഞണ്ട് നമ്മളെ കണ്ട ഉടനെ നല്ലതായിട്ട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞണ്ട് വരുമെന്ന്. ഫ്രണ്ട്സ്, നമ്മൾ ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ മൂന്നാമത്തെ ഞണ്ടിനും കൂടെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, മൂന്നാമത്തെ ഞണ്ടിനും കൂടെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഞണ്ടും കൂടെ നമുക്ക് അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. അതിനകത്തുണ്ടോ? നമ്മൾ മുമ്പേ ഒഴിച്ചു വെച്ചോ വെള്ളത്തിനകത്ത് ഫ്രണ്ട്സ്. ഇതിനകത്ത് ഞണ്ടുണ്ട്. അപ്പൊ നമുക്ക് ഞണ്ടിന്റെ ഒരു ലോട്ടറിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഞണ്ടിന് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഞണ്ട് ഇതിനകത്ത്? ഞണ്ടിന്റെ കാല് കാണുന്നുണ്ടേ.
കണ്ടോ ഞണ്ടിന്റെ കാലല്ലേ? ആ നണ്ടിന്റെ കാല അതെ നണ്ടുണ്ട്. ആ അകത്ത് പോയി. നമുക്ക് ഇത് ഒന്ന് കയറ്റിട്ടു സുഖിനൊന്ന് കയറ്റി. കഴിയുമ്പോൾ ധൈര്യമാകും. അന്നേരം നമുക്ക് കൈവിട്ടാണെങ്കിൽ നമുക്ക് പിടിക്കാം. ഫസ്റ്റ് പിടിക്കുമ്പോൾ നല്ലൊരു പേടിയുണ്ട്. എനിക്കൊക്കെ പേടിയുണ്ടായിരുന്നു. ഒച്ച ഉണ്ടാക്കുന്നതിന് വരുന്നില്ലല്ലേ? വരുന്നില്ല. നമുക്ക് നോക്കാം. വെള്ളം ഒഴിക്കണം. വെള്ളം എത്ര എണ്ണത്തിനെ പിടിച്ചു? ഇപ്പൊ നമ്മൾ 3 എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്. 3 ഞണ്ടിനെ. ഞണ്ട് വരുന്നുണ്ടോ? ഒരു വെള്ളം ഒഴിക്കൂടാ. ഒഴിക്കി വിടണം വെള്ളം. ഞണ്ടിന്റെ കാല് കണ്ടു. ഫ്രണ്ട്സ് കടിച്ചു. ഫ്രണ്ട്സ് എൻ്റെ കയ്യിൽ. നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മളെ ഞണ്ട് സാറിനെ ഒന്ന് പിടിക്കണ്ടേ? ഈ ഞണ്ട് സാർ കുറച്ച് ലേറ്റ് ആകുവാണ്. രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അതിനകത്ത് ഇട്ടത്. അയ്യോ ഫ്രണ്ട്സ് അകത്ത് പോയി. കുറച്ച് വെള്ളം കൊണ്ടുവരാം അവിടെ. നമുക്ക് പിടിക്കണം. അത് ഇതൊക്കെ കാലിനെ കണ്ടു. നമുക്ക് ചെറുതായി വെള്ളം നിൽക്കണം. അന്നേരത്തൊക്കെ ഞണ്ട് അവിടെ ഇരിക്കും. കുറച്ചുകൂടെ പൊങ്ങി വരും. എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഞണ്ടിനെ പിടിക്കാൻ പോവാണ്. ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. ഞണ്ടിനെ പിടിച്ചു. കൊടുക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കണം. ഒറ്റ കൊടുക്കില്ലാത്തതുകൊണ്ട് ഉണ്ട്. ഇതുകൊണ്ടില്ലേ നമ്മുടെ 4ാമത്തെ ഞണ്ടാണിത്. അപ്പം ഇതിനെയും കൂടെ നമ്മൾ ഇതിനകത്ത് വിടാം. നമ്മുടെ ഇതിനകത്ത് ഇതുണ്ടോ? അയ്യോ ജസ്റ്റ് മിസ്സിലാണ് ഒരു ഞണ്ട് വെളിയിൽ പോകാനിരുന്നത്. നമുക്ക് ഇതിനകത്ത് കയറ്റി വെക്കാം. കുറച്ച് മണ്ണും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഞണ്ട് പോയി മാത്രമേ കാണത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് അപ്പുറത്തില്ല. നമുക്ക് നോക്കാം. കാണുമായിരിക്കും. നോക്കി ഉണ്ടോ? വലിയ പൊത്താ. പാമ്പ് പൊത്താണ്. ഞണ്ടായിരിക്കും അല്ലേ? ഞണ്ടായിരിക്കും എന്ന് പറഞ്ഞു. വെള്ളം കൊണ്ടുവരാവോ സുജിത്തെ? ഞണ്ടാണോ അത്? എനിക്കത് നോക്കട്ടെ. നമ്മള് ഞണ്ടാണെന്നാണ് തോന്നുന്നൊരു വലിയ ഞണ്ടായിരിക്കും കുമ്മള ഉണ്ടായിരുന്നോ? 2 പൊത്തിലും കൊണ്ട് ഉണ്ട്. ഏതാണ്ട് ഒരെണ്ണത്തിലുണ്ട്. നമുക്ക് ഞണ്ട് ഇതിനെയും കൂടെ നമുക്കൊന്ന് പിടിക്കും. നോക്കാം ഞണ്ടുണ്ടോ ഇല്ല. വല്ല പാമ്പ് പൊത്താണോ നോക്കാം. സുജിത്തെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഞണ്ടുണ്ടോ നമുക്ക് നോക്കാം. ഞണ്ടുണ്ട്. ഇതുണ്ടോ? ഞണ്ട് വെളി ഇറങ്ങി. അയ്യോ അകത്ത് പോയി ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഒരു പൊത്തിനകത്ത് നമ്മൾ ഞണ്ടിനെ കണ്ടിട്ടുണ്ട്. തരാം. അവിടെ കുറച്ച് വെള്ളം കൊണ്ട് തരാമോ സുജിത്തെ? അത് ഞണ്ടിന്റെ കാലാണോ? അല്ല. നമുക്ക് ഏത് ഡയറക്ഷൻ ഞണ്ടിനെ പിടിക്കാൻ പറ്റുന്നത് അറിയത്തില്ല. ഞണ്ടിന്റെ കാലാണോ അത്? നണ്ടിന്റെ ഫ്രണ്ട്സ് 5ാമത്തെ അത് 5ാമത്തെ ഞണ്ടിനോട് പിടിച്ചിട്ടുണ്ട്. മറ്റേ കൂടെ എടുത്തോണ്ട് വരാം. അവിടെ ഇതിന്റെ കൂടെ കാണിച്ചുണ്ടോ ഞണ്ട്? 5ാമത്തെ ഞണ്ടിനാണ് നമ്മളിപ്പോൾ പിടിച്ചേക്കുന്നത്. അപ്പോൾ 5 ഞണ്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഞണ്ടിനൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി പേരക്ക പറിച്ചില്ല നമുക്ക്. അപ്പം കഴിച്ചേക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പേരക്കൊന്ന് കഴിക്കാം.
അപ്പുറത്ത് പോയിട്ട് നമുക്കൊന്ന് കാണാം. കട്ട് ചെയ്തോ. ക്യാരറ്റിനും കൂടെ എടുത്തോണ്ട് ഞങ്ങൾ എല്ലാവരും മേളിൽ പോകാൻ പോവാണ്. മേളിൽ പോയിട്ട് നമ്മൾ ഞണ്ടിനെയൊക്കെ കഴുകി വൃത്തിയാക്കാണ്. അപ്പോൾ നമ്മൾ മേളിൽ ഒന്ന് പോയാലോ? ആടാ ഞണ്ട് കൈ പിടിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, നല്ല മുഴുത്ത ഞണ്ടാണിത്. നമുക്ക് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഈ മേളി ഭാഗം നമുക്ക് അമുക്കിയിട്ട് ഈ രണ്ട് കാലും ഇതിൻ്റെ ഈ കൊടുക്ക് നമ്മൾ പിടിക്കണം. ഈ കൊടുക്ക് നമ്മളിങ്ങനെ അടച്ചു പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഈ പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് പിടിക്കേണ്ടത്? ഞണ്ടിനെ പിടിച്ചിട്ട് ഇതിനെയും കൂടെ ഇങ്ങനെ മടക്കി പിടിക്കണം. അതെ, ഇതുപോലെ നമുക്ക് പിടിച്ചാൽ മതി. അപ്പം അവിടെ ആ കപ്പിയിൽ നിന്ന് വെള്ളം കുറച്ച് മാറ്റി ഇരിക്കാവോ? കുരിയത്തെ വരാമോ? അങ്ങോട്ട് ഇട്ടേക്കാം. ഇതുണ്ട് നമ്മുടെ രണ്ട് കുട്ടപ്പന്മാരൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഇവന്മാരെയാണ് നമുക്ക് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നല്ല അത്ര ഉള്ള രണ്ട് കുട്ടപ്പന്മാര് ഇതുണ്ട്. രണ്ട് കുട്ടപ്പന്മാരാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുണ്ട് രണ്ട് കുട്ടപ്പന്മാർ. കുറച്ച് വെള്ളം കൂടി കൊടുക്കും, കയ്യിൽ ഒഴിച്ചാൽ മതി. വലിയ ബക്കറ്റ് അവിടെ വലിയ ബക്കറ്റ് കട്ട് ചെയ്ത് ഇത് ഞണ്ടാണ്. ഇത് കണ്ടോ, മുഴുത്ത് വെച്ച് കണ്ടെത്തി ഇത്ര വലിയ ഞണ്ട് കിട്ടുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇതുകൊണ്ടോ, ഞാനും ഞണ്ടും കൂടെ ഫൈറ്റാണ്. നമുക്ക് നല്ല ഇതിനകത്ത് ഇടാം. ഒരു ഞണ്ടായിട്ട് നമുക്ക് പിടിച്ച് കുറച്ച് അതുണ്ട്. ഇത് സൂപ്പറായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അടുത്ത ഞണ്ട് ഉള്ളൂടാ. 4 ഉള്ളൂ. ഒരെണ്ണം ഓടിപ്പോയെന്നാ ഫ്രണ്ട്സ് തോന്നുന്നേ. അയ്യോ, ഒരെണ്ണം പോയി. അതിനകത്തല്ലോ ഉണ്ടായിരുന്നോടാ? ഇല്ല. അപ്പൊ അവിടെ വയ്ക്കുമ്പോ ഓടിപ്പോയി കാണും അല്ലേ? ഇല്ലെങ്കിൽ 4 ആയിരിക്കും നമ്മൾ പിടിച്ചത്. നമുക്ക് ഇതൊക്കെ റെഡിയാക്കി നമുക്ക് വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഞങ്ങളുടെ അമ്മച്ചി. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്ത് മസാലയൊക്കെ നമുക്കൊന്ന് ചേർത്താം. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇതിന്റെ ഒരു മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നമുക്കൊന്ന് പുരട്ടാം. മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് പുരട്ടിട്ടൊന്ന് കഴുകണം. ഇതിന്റെ ഒരു മണമൊക്കെ ഞണ്ടിന്റെ ഒരു മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകാം. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയിട്ട് ഈ വെള്ളമൊക്കെ നമുക്കൊന്ന് കളയാം. ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, ചെറുതായിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. മതി. നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്തൊക്കെ തെറിച്ച് പോവാണ്. ഇതൊക്കെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് ഇപ്പം തന്നെ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണമല്ലേ? അതെ, പുളിയ മണം. അപ്പോൾ ഇപ്പം തന്നെ നല്ല മണമാണെങ്കിൽ അപ്പോൾ നമുക്ക് വറുത്ത് പൊരിച്ചെടുക്കുമ്പോൾ പുളിയായിരിക്കത്തില്ല. നമ്മുടെ ഈ ഞണ്ടുകുട്ടപ്പന്മാരൊക്കെ ഇതുണ്ടോ മൊത്തം കിടക്കുവാണ്. നല്ല ഫ്രഷ് ഞണ്ടാണിത്. അപ്പോൾ നമ്മൾ മിക്സ് ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4-5 മിനിറ്റ് നമുക്കിതൊന്ന് ഇരിക്കട്ടെ. അന്നേരം ഈ മസാലയൊക്കെ ഇറങ്ങിയിട്ട് നമുക്കൊന്ന് വറുത്ത് നോക്കാം. അപ്പം നമ്മുടെ ഞണ്ടൊക്കെ നമുക്ക് നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ എടുത്തതെന്ന് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ ഞണ്ടിൽ. അപ്പം നമുക്ക് ഇനി പാനിൽ വെച്ച് നമുക്ക് ഈ ഞണ്ടും നമുക്ക് വറുത്തെടുത്താലോ? അപ്പോൾ നമ്മുടെ പാനിൽ നമുക്ക് അടുപ്പൊക്കെ ഈ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇനിയും കുറച്ച് രുചി കാണും. നമുക്ക് നല്ലതായിട്ട് രുചി കിട്ടും. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി സിമ്മിലാക്കി വെക്കാം. നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നല്ലതായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ കൂടെ കുറച്ച് ചൂടായിട്ട് വരണം. തിളയ്ക്കുന്നില്ല, ചൂടായിട്ട് വരണം നമ്മുടെ എണ്ണ. അന്നേരമാണ് നമ്മുടെ ഞണ്ട് വറുത്തത്. ഉണ്ടോ, നമ്മുടെ ഞണ്ടാണ്. അടിപൊളിയായിരിക്കും. നമ്മൾ കഴിച്ച് നോക്കാം. നമുക്ക്
ഒരു ട്രയലിന് നമ്മളിത് നോക്കി നോക്കാം. നല്ലതായിട്ട് തന്നെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച ഞണ്ട് മൊത്തം, ഈ മിക്സാക്കിയ ഞണ്ട് മൊത്തം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഭയങ്കര മഴയാണ് വെളിയിലൊക്കെ. ഞണ്ട് പിടിക്കാൻ പോയതിന് ഭാഗ്യം മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഞണ്ടൊന്ന് മൊത്തം ഇട്ട് കൊടുക്കാം. തന്നെ മണം വരുന്നുണ്ടല്ലേ? അതെ, ഇപ്പം തന്നെ സൂപ്പർ മണമാണ്. പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഞണ്ടൊക്കെ പൊട്ടിത്തെറിക്കും. നമ്മുടെ ഞണ്ടിനെ തിരിച്ചിടാം. നല്ലതായിട്ട് രണ്ടും ഒന്നിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അന്നേരമാണ് നമ്മൾ ഞണ്ട് നല്ലതായിട്ട് സൂപ്പറായിട്ട് റെഡി ആയി വരും. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി വെക്കാം. വെളിച്ചെണ്ണയും ഈ മസാലകളും ഈ ഞണ്ടും കൂടെ ചേരുമ്പോൾ ഉണ്ട് രുചി ഉണ്ടല്ലോ, അത്ര അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇനിയാണ് കഴിക്കാൻ പോകുന്നത് നമ്മുടെ ഞണ്ട്. അടിപൊളിയായിരിക്കും നമ്മുടെ ഞണ്ട്. അപ്പോൾ ഞണ്ടൊന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ഞണ്ട് അത്ര തിരിച്ചിടാം. ഇട്ട് നോക്കാം, തിരിച്ചിട്ട് നോക്കാം. തിരിച്ചുകൊണ്ട് സിമ്മിൽ വെക്കാം. അതായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ സിമ്മിൽ വെച്ച് കൊടുക്കും. തിരിച്ചിടാം നമ്മളെ ഞണ്ട് മൊത്തം. നല്ലതായിട്ടാണ്. ഇപ്പൊ നല്ല സൂപ്പർ മണമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അത്ര അടിപൊളിയാണ് നമ്മുടെ ഞണ്ടിന്റെ മണം. അല്ലടാ ഇതിത്തെ നല്ല മണമല്ലേ? അപ്പം നമ്മുടെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കറിവേപ്പില കുറച്ച് ഇതുപോലെ നമുക്ക് എടുത്തിട്ട് കുറച്ച് നമ്മൾ ഈ കറിവേപ്പില കൂടെ ഇടും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം ചെറുതായിട്ട്. പൊട്ടിച്ചെടുക്കൂ കറിവേപ്പില, അതാണ്. നമുക്കതൊന്ന് ഈ കറിവേപ്പില ഇടുമ്പോൾ നല്ല രുചിയായിരിക്കും നമ്മുടെ ഞണ്ട്. കുറച്ചുകൂടെ നമുക്ക് കരിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കരിവേപ്പില ഈ ഞണ്ട് കൂടെ ചെയ്യുമ്പോൾ നല്ല രുചിയായിരിക്കും. കരിവേപ്പില, മസാല, വെളിച്ചെണ്ണ ഇതൊക്കെ ചെയ്യുമ്പോൾ സൂപ്പറായിരിക്കും നമ്മുടെ ഞണ്ട് ഫ്രൈ. നല്ലതായിട്ട് നമുക്കൊന്ന് ഇതിനെ ഒന്ന് വേവിക്കാം. നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മുടെ ഞണ്ട്. വറുത്തെടുത്തിട്ടാണ് ഞാൻ സുജിത്തും കൂടെ ഞണ്ടിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളെ ഞണ്ട് നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ പാത്രത്തിലായിട്ടൊന്ന് മാറ്റിയെടുക്കാം. നമുക്കിപ്പം പാനിൽ നിന്ന് പാത്രത്തിലോട്ട് ഞണ്ട് ഫ്രൈ ഒന്ന് മാറ്റിയെടുക്കാം. പാത്രത്തിൽ മാറിയിടാം. നമ്മുടെ ഞണ്ടൊന്നും മാറിയില്ല നമ്മുടെ പാത്രത്തിനകത്ത് പൊടിയിട്ട്. എടാ സ്റ്റവ് ഒന്ന് ഓഫാക്കിയടാ. ഞണ്ടൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഞണ്ട് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കരിവേപ്പിലയൊക്കെ നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുജിത്ത് നമുക്ക് ഈ ഞണ്ടൊന്ന് കഴിച്ചാലോ? കഴിച്ചേക്കാം. ഇതുണ്ടോ, വലിയൊരു പീസാണോ? ഇതേണ്ടോ, ഇതുണ്ടോ ഞണ്ടിൻ്റെ വലിയൊരു ഞണ്ടിൻ്റെ ഒരു ഇതാണ് ഇത്. ചെറുതായിട്ട് നമുക്ക് അടിച്ചിട്ടുണ്ടോ? ഇത് ഇറച്ചിയാണോ? ഞണ്ടിൻ്റെ ഇറച്ചിയാണെന്ന് നോക്കിയേ. ഇതാണ് ഞണ്ടിൻ്റെ ഇറച്ചി. സൂപ്പറാണോ ഞണ്ട്? പൊളിയിലടാ, നല്ല രുചിയാണ് നമ്മുടെ ഞണ്ട്. കണ്ടോ, എൻ്റെ ഇറച്ചി നോക്കിയേ, സൂപ്പറാണ്. നമ്മുടെ ഞണ്ട് സൂപ്പർ രുചിയാണ് അല്ലടാ. നമുക്ക് ബാക്കിയുള്ള രണ്ടും കൂടെ നമുക്കൊന്ന് കഴിക്കാം. ഇതുണ്ടോ,
നല്ല കൃത്യമാണ് മുളക്. ഉണ്ടോ ഈ ഉണ്ടോ ഇറച്ചി കഴിക്കണം. ഇതേപോലെ പൊളിയായിരിക്കും നമ്മുടെ ഞണ്ട്. പൊളിയാ. പിന്നെ നമുക്ക് ഈ കറിവേപ്പിലയും കുറച്ച് ഈ നണ്ടിൻ്റെ ഇറച്ചിയും കൂടെ ചേർത്തത് പൊളിയാണ്. വേറെ ലെവലാണ് നമ്മുടെ ഞണ്ട്. പറയാൻ വാക്കില്ല. കരിവേപ്പിലയൊക്കെ ഞാൻ കഴിക്കുവാണ് വേസ്റ്റ് ആക്കാതെ. കരിവേപ്പിലയൊക്കെ കാഴ്ചയ്ക്ക് നല്ലതാണെന്ന് പറയുന്നത് അമ്മച്ചിയൊക്കെ. നമ്മളെ ഞണ്ട് അത്ര അടിപൊളിയായിരുന്നു. നല്ല രുചിയായിരുന്നില്ല. നല്ല രുചിയാണ്. പൊളിയില്ലായിരുന്നു. അപ്പൊ നല്ല രുചിയായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഫ്രഷ് ആയിട്ട് പിടിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഞണ്ട് വറുത്ത അടിപൊളിയാണ്. അടിപൊളി ഫീലിംഗ് ആണ് ഞണ്ട് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.